മോക്ക് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കൽപ്പറ്റയിൽ നിന്ന് മനു ഭരതാണ് നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. മനു, രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് കേരളത്തിലെ വയനാട്. അവിടെ ചരിത്രത്തിലേക്കാണ് ഓരോ ആളുകളും ഇന്ന് വോട്ട് രേഖപ്പെടുത്താനും പോകുന്നത്. ഒരുക്കങ്ങൾ ഏത് നിലയിൽ പുരോഗമിക്കുന്നു അവിടെ? രേണുക, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഒരു നിർണായകമായ ഏടായിരിക്കും ഇത്തവണത്തെ വയനാട് തെരഞ്ഞെടുപ്പ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൽപ്പറ്റയിലാണ്. ഇവിടെ ഈ SDM LP സ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വോട്ടിംഗ് യന്ത്രത്തിനൊരു ചെറിയ തകരാറുള്ളതായാണ് പറയുന്നത്. ഇത് ശ്രീ ബാബു, ഇദ്ദേഹം PP സുനീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രതിനിധിയും കൂടിയാണ്. എന്താണ് വോട്ടിംഗ് യന്ത്രത്തിന്റെ കൺട്രോൾ യൂണിറ്റിൽ ബാറ്ററി ഓണായില്ല, പവർ വരുന്നില്ല. അതാണ് ഇപ്പോൾ പ്രശ്നം. അതുകൊണ്ട് പുതിയത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പോളിംഗ് തടസ്സപ്പെടും എന്നുള്ള എന്തെങ്കിലും സമയമായി. ഇനി 20 മിനിറ്റിന്റെ സമയത്തേക്ക് തുടങ്ങേണ്ടതാണ്. ആളുകൾ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇത് യൂണിറ്റ് എത്തിയിട്ടില്ല. ഇദ്ദേഹം ആദ്യം വോട്ട് ചെയ്യാൻ എത്തിയ ആളാണെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് പേരെന്താണ്? അബ്ദുൽ ലത്തീഫ് ആദ്യമായി വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ വളരെ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. എവിടെയാണ് വീട്? എവിടെയാണ്? രേണുക, അതാണ് ഇവിടെ വളരെ നേരത്തെ തന്നെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തകരാറ് ഉള്ളതുകൊണ്ട് വോട്ടിംഗ് തുടങ്ങാൻ ആയിട്ടില്ല. ഇത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു തുടങ്ങുന്നു. ഏതായാലും 575 ബൂത്തുകളാണ് വയനാട് ജില്ലയിലുള്ളത്. 1311 പോളിംഗ് കേന്ദ്രങ്ങളാണ് ഈ മൊത്തം മണ്ഡലത്തിൽ ഉള്ളത്. വലിയ സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ പുരോഗമിക്കുന്നത്. കാരണം ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ മാവോയിസ്റ്റ് വെല്ലുവിളി ഉള്ളതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ ഇത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 72 ബൂത്തുകൾ ഇവിടെ വയനാട് ജില്ലയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ള ബൂത്തുകളാണ്. 46 എണ്ണത്തിൽ അതിസൂക്ഷ്മ നിരീക്ഷകരുണ്ട്. ഇതിനു പുറമെയാണ് 12 നിരീക്ഷക സ്ക്വാഡുകളും 9 ഫ്ലൈയിങ് സ്ക്വാഡുകളും ഉള്ളത്. 23 പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ലൈവ് വെബ്കാസ്റ്റ് ഉണ്ടാകും. അത്തരത്തിൽ എല്ലാവിധത്തിലും പഴുതടച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തീർച്ചയായും പഴുതടച്ച സുരക്ഷ ഒരുക്കിയിട്ടുണ്ടാവണം. മനു, എത്രാം നമ്പർ ബൂത്തിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്? മോക്ക് പോളിംഗ് തുടങ്ങിയതിന് ശേഷമാണോ വോട്ടിംഗ് മെഷീനിലെ ഈ പ്രശ്നം മനസ്സിലായത്? അവിടെ വോട്ടിംഗ് ആരംഭിക്കാൻ ഇനി വൈകുമെന്ന ഒരു സാഹചര്യമുണ്ടോ? മോക്ക് 7 മണി അത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ രേണുക പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൽപ്പറ്റയിലെ ഈ പോളിംഗ് സ്റ്റേഷൻ നമ്പർ 90 നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പോളിംഗ് സ്റ്റേഷൻ നമ്പർ 90 SDM LP സ്കൂൾ കൽപ്പറ്റയിലാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് അടിയന്തരമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായും അധികൃതരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. 7 മണിക്ക് തന്നെ പോളിംഗ് തുടങ്ങാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അധികൃതരും മുന്നോട്ട് പോകുന്നത്. ആ നിലയ്ക്കുള്ള ഒരു അറിയിപ്പാണ് അവർ ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധിക്ക് നൽകിയിട്ടും ഉള്ളത്. ഏതായാലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശരി, മനു ഭരതാണ് കൽപ്പറ്റയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മറ്റൊരു പോളിംഗ് ബൂത്തിൽ കൂടി വോട്ടിംഗ് യന്ത്രത്തിൽ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നു. അത് കൽപ്പറ്റയിലെ 90-ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ്. മനു അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. വോട്ടിംഗ് യന്ത്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിക്കാൻ കഴിയുന്ന രീതിയിൽ വോട്ടിംഗ് യന്ത്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വട്ടിയൂർക്കാവിലെ 86-ാം നമ്പർ ബൂത്തിലാണ് വോട്ടിംഗ് യന്ത്രത്തിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നത്. അതും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അവിടെ മോക്ക് പോളിംഗ് ആരംഭിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. വയനാട്ടിൽ മറ്റെല്ലായിടത്തും സുഗമമായി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ